വെൽക്കം ബാക്ക് എവരി വൺ. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് വിമാനയാത്ര അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ഫ്ലൈറ്റിൽ കയറൂല എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്കും സൗദിക്ക് പോരേണ്ടി വന്ന്. അപ്പോൾ ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് വിമാനയാത്ര എങ്ങനെ മാനേജ് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആദ്യമായിട്ട് വിമാനം കയറാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറാൻ പോകുമ്പോൾ ഈ കയറിയവരുടെ അടുത്തുനിന്നൊരു ഉപദേശം ഉണ്ടാവും. ബോർഡിംഗ് പാസ് എടുക്കണം, ഇമിഗ്രേഷനിൽ പോകണം, മറ്റോടത്ത് പോകണം, മറിച്ചത് പോകണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ആകെ പേടിയാവും. പിന്നെ ഒരു ഹൈറ്റ് പേടിയുള്ള ഒരാൾക്ക് ഫ്ലൈറ്റിൽ കയറുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പേടിയൊക്കെ വരും. എനിക്ക് ഒരു ഹൈറ്റ് പേടിയുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ഞാൻ ഈ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഈ വിമാനയാത്ര എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അരിവാളാണ്, നമ്മള് പിണറായിൻ്റെ ആൾക്കാരല്ലേ. അരിവാൾസ് കയറുന്നവരാണ്. ഡ്രസ് ഇട്ടല്ലേ ഞാൻ പണ്ടേ ഇറക്കിയിട്ടാണ്. പണ്ടേ ഇറക്കിയ ഇറങ്ങിയപ്പോ 3 കൊല്ലം ഞാൻ മേഘത്തിനെ പിടിച്ച് വീഡിയോ ഇടും. ജനലോ ചടച്ചു ഞാൻ ഫ്ലൈറ്റിൽ പോണില്ല, ജനലാണല്ലോ. വിൻഡോ സീറ്റ് വേണമെന്നുണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞത്. പറ്റാണെങ്കിൽ പൈലറ്റിന്റെ ഫസ്റ്റ് ബോർഡിംഗ് വരാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി. ഒരു 4 മണിക്കൂർ മുമ്പ് എത്താൻ പറഞ്ഞായിരുന്നു. അത് കൃത്യ ടൈമിൽ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയവരുടെ ഉപദേശവും കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഉപദേശകർ ഉപദേശം തന്ന പോലെ തന്നെ ആദ്യം തന്നെ ബോർഡിംഗ് പാസ് എടുക്കാൻ ചെന്ന് ബോർഡിംഗ് പാസ്സൊക്കെ എടുക്കാൻ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റുകാർ വന്നിട്ട് നമുക്ക് ഫേസ് ഷീൽഡും അതുപോലെ മാസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലൈറ്റിൽ കയറാത്ത ഒരാളോട് ബോർഡിംഗ് പാസ് അതുപോലെ ഇമിഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോഴാണ് ആ ഒരു പേടി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം ബോർഡിംഗ് പാസ് എടുക്കുന്നത്, നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കുന്നത്, പിന്നെ ഇമിഗ്രേഷനിൽ പോയിട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയിരിക്കുന്നത്, നമ്മളെ ഫ്ലൈറ്റ് വരുന്നത്, അതിൽ കയറിയിരിക്കുന്നത്, നമ്മൾ സേഫായിട്ട് ഇറങ്ങുന്നു ദൈവം വിചാരിച്ചാൽ, ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു പേടിക്കാനൊന്നുമില്ല. ആദ്യമായിട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നിറങ്ങുകയാണ്. ഇനി ബാക്കി നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയൊക്കെ എന്തായാലും. ഇത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഫ്ലൈറ്റിൽ എന്ന് പറയുന്ന എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ്. കാരണം എല്ലാവരും ഓരോ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള വർത്താനാണ് നടന്നു പോകുമ്പോഴൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ വിൻഡോ സീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല പേടിയുണ്ട്, പറന്നുയരുമ്പോൾ ഉള്ളൊരു പേടി അത് ഭയങ്കരമാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്നോട്. എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്, എനിക്ക് തലയൊക്കെ ഇറങ്ങും. അപ്പോൾ എന്താവും എന്നറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ ചെന്നിരുന്നു. വിൻഡോ സീറ്റാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ കയറിയാലൊക്കെ പറഞ്ഞ പോലെ ഒരു ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഒരു പേടിയായിട്ടൊന്നും എനിക്ക് തോന്നില്ല. നമ്മൾ ഈ ജെൻ വീലുണ്ടല്ലോ, യന്ത്രൂഞ്ഞാൽ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ, അതിലൊക്കെ കയറുമ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു പേടി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ ഒരു ഫീല്. അതുപോലൊന്നും എനിക്ക് തോന്നില്ല. അതുപോലെയൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അതുപോലെയൊന്നും എനിക്ക് തോന്നിയില്ല. സംഭവം സുഖമായിരുന്നു കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. എമ്മാതിരി വ്യൂ ആ നോക്കുക നിങ്ങൾ, ഒരു രക്ഷയല്ല. ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ചെരിയുമ്പോൾ ഉണ്ടല്ലോ ഒരു വ്യൂ കണ്ട് ഞാൻ, അതായത് നമ്മളെ നാട് മൊത്തമായിട്ട് കാണുന്നൊരു ഫീല്.
എമ്മാതിരി രസം അറിയും. ഞാൻ ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. എനിക്കത് തന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അതൊരു വേറെ ലെവലായിരുന്നു. എമ്മാതിരി ഇത് ചെറിയ പേടി എപ്പോഴാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജസ്റ്റ് ഒരു നമ്മൾ ക്ലൗഡിലൊക്കെ ഇങ്ങനെ തട്ടൂല, മേഘത്തുമ്പോൾ തട്ടുമ്പോൾ ജസ്റ്റ് ഒരു കുലുക്കം വരും, അത് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു പേടി ഉണ്ടാവും. അല്ലാണ്ട് എനിക്ക് വേറെ ഫ്ലൈറ്റ് യാത്രയിൽ അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല സുഖകരമായിട്ട് തന്നെയാണ് ഞാൻ അത് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് യാത്രക്കിടയിൽ രസകരമായൊരു സംഭവം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അളിയൻ എന്നോട് പറഞ്ഞായിരുന്നു ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ വാക്വാണ് ഉണ്ടാവുക, അപ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും, അത് കേട്ടിട്ട് പേടിക്കരുത്. ഞാൻ എന്തായാലും എയർപോർട്ടിലെത്തി വെറുതെ ഇരുന്നപ്പോൾ കുറേ വെള്ളം കുടിച്ചായിരുന്നു. ഫ്ലൈറ്റിൽ കയറി 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി. ഞാൻ എന്തായാലും ബാത്റൂമിൽ കയറി ചെന്ന് ഈ ഫ്ലഷ് അടിച്ച്, ഞാൻ ഈ അളിയൻ പറഞ്ഞത് മറന്നായിരുന്നു, ഫ്ലഷ് അടിച്ചിലൊരു ഒച്ച കേട്ടിട്ട് എൻ്റെ ജീവൻ പോകുന്ന പേടിയാണ് ഞാൻ പേടിച്ചത്. അതായിരുന്നു ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കിന് നമ്മൾ സൗദി എത്തിയിട്ടുണ്ട്. സൗദി എത്തി എന്നല്ല, അത് മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു പച്ചപ്പ് കാണാനില്ല, ആകെ കുറേ കാപ്പി കളറ്. പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തൊക്കെയോ ഗർത്തങ്ങളൊക്കെ കാണുന്നുണ്ട്, ഒരു പുഴ ഒഴുകുന്ന പോലെ എന്തൊക്കെയോ ഒരു വരികളും, ആകെ ഒരു കാപ്പി കളർ. അപ്പോഴേ എനിക്ക് മനസ്സിലായി സൗദി എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആവും. എന്തായാലും ഒരു മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പച്ചപ്പ് കാണാൻ എനിക്കങ്ങ് പൂതിയായി. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. ലാൻഡ് ചെയ്യാനാകുമ്പോൾ അവർ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പറയും, അതൊക്കെ ഇട്ടിരുന്നിട്ടുണ്ട്. നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാവും എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കങ്ങനെ ഒരു പേടിയും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അടിപൊളിയായിട്ട് നമ്മൾ ലാൻഡ് ചെയ്തു. അപ്പോൾ ഈ യാത്രക്കിടയിലൊക്കെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ വിമാനം കണ്ടുപിടിച്ച ആൾക്കാരും അതെങ്ങനെയാണ് ഓടുന്നത്, അതിൻ്റെയൊക്കെ ചിന്താഗതികളായിരുന്നു. അതൊരു സംഭവം തന്നെയല്ലേ. അപ്പോൾ പിന്നെ എനിക്കൊരു അത്ഭുതം തോന്നിയ, അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കുറച്ച് പച്ചപ്പ് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്തെടുത്തത്. കണ്ടോ, ആദ്യമായിട്ട് പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനൊക്കെ ഒരു സുഖമാണ്. ബാക്കിയുള്ള കണ്ണൊക്കെ ഇങ്ങനെ ചൂടെടുക്കും ആ മരുഭൂമി കാണുമ്പോൾ തന്നെ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല കാണാൻ തന്നെ ഒരു അത്യാവശ്യം ലുക്ക്, ഒരു റിച്ച് ലുക്കൊക്കെ കാണുമ്പോൾ തന്നെ വേറെ ലെവലായിരുന്നു. കുറേ ഈന്തപ്പനയാണ് തോന്നുന്നത് കണ്ടിട്ടോ. എനിക്ക് വലിയ ഐഡിയ ഇല്ല, ദൂരത്തു നിന്നാണ് കാണുന്നത്, ഈന്തപ്പനയാണെന്നാണ് തോന്നുന്നത്. നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു, എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ അവിടുന്ന് ഒരു ഡ്രൈവർ വരുമെന്നാണ് എന്നോട് പറഞ്ഞായിരുന്നത്. അപ്പോൾ ഡ്രൈവറും കാര്യങ്ങളൊക്കെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണ്. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് അങ്ങ് നിർത്താനായി എന്ന് കണ്ടതോടുകൂടി ആൾക്കാരൊക്കെ ചാടി ഇറങ്ങി ഓടുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവം. എല്ലാവരും എങ്ങനെ നിന്ന് പെട്ടിയെടുത്ത് പോയാലും ഒരേ ഇതിലുള്ള എത്തുക. പിന്നെ എന്തിനാണ് ഈ ധൃതി കൂട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലെ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ലുക്കായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടി, അവന് പറഞ്ഞു തന്നു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കും, അവിടെ പാസ്പോർട്ട് കാണിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു അവൻ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എനിക്ക് കയ്യിൽ കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഡ്രൈവറെ തേടി പോകണം. ഡ്രൈവർ എവിടെയെന്ന് ഒരു ഐഡിയ ഇല്ല, കാർഡ് പിടിച്ച് നിൽക്കുന്നതാണ് എന്നോട് പറഞ്ഞായിരുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ ഡ്രൈവറെ കണ്ടുപിടിക്കാനായി ആ നടക്കുന്നതാണ് നമ്മളെ ഡ്രൈവർ. ഇപ്പം ഇങ്ങനെ നടന്നു വരും, അതാണ് നമ്മളെ ഡ്രൈവർ. ഇപ്പോൾ ഡ്രൈവർ ഒരാളെയും കൂടി കാത്തിക്കാണ്, ഒരു ഡോക്ടർ കൂടി വരാനുണ്ട്. ഇതാണ് നമ്മളെ ഡ്രൈവർ, പ്രവീണേട്ടൻ എന്നാണ് പേര്. ഒരു ഡോക്ടർ കൂടി വരാനുണ്ടായിരുന്നു, ആ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഡോക്ടർ വന്നു, ഡോക്ടറുടെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇപ്പോൾ ബേസ്മെൻറ്റിൽ പോയിട്ട് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് കാർ എടുത്തിട്ട് നേരെ റൂമിലോട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ കാറൊക്കെ എടുത്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട്, എയർപോർട്ടിന് പുറത്തോട്ട് വന്നു. നേരെ റൂമിലോട്ടാണ്. ബാക്കിയൊക്കെ റൂമിലെത്തിയിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരു ഫ്ലാറ്റാണെന്ന് മാത്രം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എങ്ങനെയാണെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ റൂം എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. റൂം നമ്പർ 5 ആണ് ഞങ്ങളെ റൂം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മളെ ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ബൈ.